കരകാണക്കടലല മേലെ മോഹപ്പൂങ്കുരുവി പറന്നേ. കരകാണക്കടലല മേലെ മോഹപ്പൂങ്കുരുവി പറന്നേ. അറബിപ്പൊന്നാണ്യം പോലെ ആകാശത്തമ്പിളി വന്നേ. ഇളം തെന്നലീണം പാടിവാ. തെയ്യന്തര തെയ്യന്തര തെയ്തൈ തെയ്തൈ തെയ്. കരകാണക്കടലല മേലെ മോഹപ്പൂങ്കുരുവി പറന്നേ. അറബിപ്പൊന്നാണ്യം പോലെ ആകാശത്തമ്പിളി വന്നേ. ഇളം തെന്നലീണം പാടിവാ. തെയ്യന്തര തെയ്യന്തര തെയ്തൈ തെയ്തൈ തെയ്. നമ്മുടെ മലയാളി സിനിമാ പ്രേക്ഷകർക്ക് എന്നും പ്രശസ്തമായിട്ടുള്ള ഡയലോഗാണ് പവനായി ശവമായി. ആ പവനായി ശവമായ ആ സ്ഥലത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇവിടെയാണ് നമ്മുടെ ദാസനും വിജയനും താമസിച്ചിരുന്ന ആ വീട് നിന്നിരുന്നത്. ഇപ്പോൾ പൊളിച്ച് വലിയൊരു ഫ്ലാറ്റായി. ഈ ഒരു വീട് കണ്ടാൽ അറിയാം. ഇവിടെയാണ് നമ്മുടെ ശോഭന ചേച്ചിയുടെ വീടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ദാസനും വിജയനും കൂടി അറബി വേഷം കെട്ടിയിട്ട് ഗുണ്ടകളുടെ അടുത്ത് നിന്ന് ഗുണ്ടകൾ ബാഗ് തട്ടിപ്പിടിങ്ങി ഓടുന്ന ആ സ്ഥലം എന്താണ് കേട്ടോ, നാടോടിക്കാറ്റിലെ. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ ഒഡീഷയിലുള്ള ഭുവനേശ്വർ പുരി ജഗന്നാഥ ക്ഷേത്രം അവിടെ കണ്ട് വരുന്ന വഴി ചെന്നൈയിലൊന്ന് ഇറങ്ങിയതാണ്. ചെന്നൈ വഴിയായിരുന്നു എനിക്ക് ഫ്ലൈറ്റ്. അപ്പോൾ ചെന്നൈ ഒന്ന് വന്നാണ്. ചെന്നൈ നഗരത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഇന്ന് ഒരു പുതിയ ലൊക്കേഷൻ, ഒരു അടിപൊളി ലൊക്കേഷൻ വീഡിയോ, നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ലൊക്കേഷൻ വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. വളരെയധികം എക്സൈറ്റഡ് ആണ്. എന്താ പറയുക, നമ്മുടെ ദാസൻ്റെയും വിജയനും കൂടി വന്നിറങ്ങിയ നാട്ടിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ജോലി എഴുതി അന്വേഷിച്ച് ഗഫൂർക്ക് പറ്റിച്ച ആ നാട്ടിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അതെ, 1987 പുറത്തിറങ്ങിയ നമ്മുടെ സത്യനന്ദിക്കാട് സാർ സംവിധാനം ചെയ്ത് ശ്രീനിവാസൻ ചേട്ടൻ തിരക്കഥ എഴുതിയ നാടോടിക്കാറ്റ് എന്ന സിനിമയുടെ ചെന്നൈയിലെ ലൊക്കേഷൻ കാഴ്ചകളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. വളരെയധികം എക്സൈറ്റഡ് എന്ന് പറഞ്ഞാൽ ഞാനത് എന്താ പറയുക, ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലം ചെന്നൈയിലെ അണ്ണാനഗറിൻ്റെ അടുത്തുള്ള അണ്ണാ ടവർ എന്ന് പറയും. വിശ്വേശ്വരയ്യ പാർക്കുണ്ട്, അവിടെയാണ് ഞാൻ നിൽക്കുന്നത്. ഉള്ളിലേക്ക് എൻട്രൻസ് ഫീ ഒന്നുമില്ല. 10:30 വരെയാണ് ഓപ്പൺ ആയിരിക്കുന്നത് ഈ പാർക്ക്. അതിന് ശേഷം വൈകുന്നേരമാണ്. അപ്പോൾ ഇവിടെ ഒരു അണ്ണാ ടവർ ഉണ്ട്, നമ്മുടെ പവനായി ശവമായ ടവർ. അതെല്ലാം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് അടിക്കാതെ മുഴുവനായിട്ട് കാണുക. അപ്പോൾ എന്തായാലും ശ്രീജിത്ത് വ്ലോഗിൻ്റെ പുതിയൊരു കിടിലൻ ലൊക്കേഷൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ലൊക്കേഷൻ കാഴ്ച കാണാം അല്ലേ. അപ്പോൾ നമ്മളങ്ങനെ അണ്ണാ ടവറിൻ്റെ മുന്നിലെത്തി. അണ്ണാ ടവർ പണ്ടത്തെക്കാളൊക്കെ മോടി പിടിപ്പിച്ച് നല്ല ഭംഗിയിൽ കാത്തു സൂക്ഷിച്ചിട്ടുണ്ട്. ഇവിടെ ഇതാണ് അണ്ണാ ടവർ കണ്ടോ. അപ്പോൾ നമ്മുടെ ദാസനും വിജയനും പവനായിയെ കാണാൻ വന്ന സ്ഥലമാണ് ഈ നിൽക്കുന്നത് കണ്ടോ. അതാണ് ഞാൻ പറയുന്നത്. എത്ര 35 വർഷങ്ങൾക്ക് ശേഷം ഞാനിവിടെ വന്നിരിക്കുകയാണ്. ഞാൻ ഓൾറെഡി ചെന്നൈയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാനിവിടെ വന്നിട്ടുണ്ട് മുമ്പ്. അന്ന് എനിക്ക് ചാനലൊന്നും ഇല്ലായിരുന്നു. ഞാനിത് എടുക്കാൻ വേണ്ടി വന്നതാണ് ചെന്നൈയിൽ വന്നപ്പോൾ. അപ്പോൾ ഇതാണ് നമ്മുടെ അണ്ണാ ടവർ. അപ്പോൾ എന്തായാലും ഇവിടെയാണ് നമ്മുടെ ദാസനും വിജയനും സർക്കിൾ ഇൻസ്പെക്ടർ വിളിച്ചു എന്നും പറഞ്ഞിട്ട് തെറ്റിദ്ധരിപ്പിച്ചിട്ട് പവനായി കൊണ്ടുവരുന്നത്. അപ്പോൾ ഇവിടെ ഏകദേശം ഇവിടെ നിർത്തിയിട്ടാണ് ചോദിക്കുക. ആ സീൻ തുടങ്ങുമ്പോൾ ഇങ്ങനെ ഒരു ആംഗിളിലാണ് തുടങ്ങുന്നത്. അങ്ങനെ എന്നിട്ട് എന്തിനാണ് സർക്കിൾ ഇൻസ്പെക്ടർ വിളിച്ചു വരുത്തിയെന്ന് അറിയില്ല. സോ എന്തായാലും നോക്കാമെന്ന് പറഞ്ഞ് അവർ മുകളിലേക്ക് കയറുമ്പോഴാണ് പവനായി വരിക. സർക്കിൾ ഇൻസ്പെക്ടർ എന്ന് പറയുമ്പോൾ പവനായിക്ക് ഞാൻ തന്നെ വിളിച്ചു വരുത്തിയത്, എനിക്ക് നിങ്ങളെ കൊല്ലണം, ഞാനാണ് നിങ്ങളുടെ വണ്ടിയിൽ ബോംബ് വെച്ചെന്നൊക്കെ പറയാം. അപ്പോഴേക്കും ലാലേട്ടന് ദേഷ്യം വരും, നമ്മുടെ ദാസന് ദേഷ്യം വരും. ദേഷ്യം വന്നിട്ട് നീയാണല്ലേ വണ്ടി വെച്ച് തല്ലാൻ പോകുമ്പോഴേക്കാണ് കത്തിയും ഇതൊക്കെ എടുക്കും. മലപ്പുറം കത്തി വെച്ച് ഞാൻ നിന്നെ കൊല്ലുമെന്ന് പറഞ്ഞിട്ട് പിന്നെയുള്ള ഫൈറ്റാണ്. ആ ഫൈറ്റിലാണ് നമ്മുടെ പവനായി ശവമാകുന്നത്. ആ ഡയലോഗ് എന്നും പ്രശസ്തമാണ്. നമ്മുടെ മലയാളി സിനിമാ പ്രേക്ഷകർക്ക് എന്നും പ്രശസ്തമായിട്ടുള്ള ഡയലോഗാണ് പവനായി ശവമായി. ആ പവനായി ശവമായ ആ സ്ഥലത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. മുകളിൽ നിന്ന് ഇങ്ങനെ വീണിട്ടാണ് പവനായി ശവമായി. അതിൽ ക്യാപ്റ്റൻ രാജ് ചേട്ടനും അതെ കേട്ടോ, നല്ലൊരു ഫണ്ണി ക്യാരക്ടറാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. പ്രൊഫഷണൽ കില്ലർ ആയിട്ടാണ്. അത് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു ചിരി വരും. അപ്പോൾ ഒരുപാട് എക്സൈറ്റഡ് ആട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു അണ്ണാ ടവറിൻ്റെ ചരിത്രം, ഒരുപാട് ചരിത്രമുള്ളൊരു ടവറും കൂടിയാണ് ഈ അണ്ണാ ടവർ എന്ന് പറയുന്നത്. ഇതിലേക്ക് ഇപ്പോൾ ആളുകൾക്ക് മുകളിലേക്ക് പ്രവേശനമില്ല. അതുകൊണ്ട് ഈ മുകളിലേക്ക് കയറാൻ പറ്റില്ല. കാരണം ഇവിടെ ഒരുപാട് പേര് മുകളിൽ നിന്ന് വീണ് മരിച്ചത് കാരണം മുകളിലേക്ക് പ്രവേശനമില്ല. സോ എന്തായാലും നമുക്ക് താഴെ നിന്ന് കാണാം. ഈ അണ്ണാ ടവർ ആക്ച്വലി ഇത് ഉണ്ടാക്കിയത് 1968-ലാണ്. അന്നത്തെ വൈസ് പ്രസിഡൻ്റായ വി ഗിരിയാണ് ഇത് ഉദ്ഘാടനം ചെയ്തത്. അന്നത്തെ തമിഴ്നാട് ചീഫ് മിനിസ്റ്റർ അണ്ണാദുരൈയായിരുന്നു. അതൊരു വേൾഡ് ട്രേഡ് പാർക്കിന് വേണ്ടിയിട്ടാണ് ഇത് ഓപ്പൺ ചെയ്തത് ആക്ച്വലി. പിന്നെ ഇത് റിനോവേറ്റ് ചെയ്തു, 2010 ഇത് റിനോവേറ്റ് ചെയ്തു. അങ്ങനെയാണ് ഇപ്പോൾ ഉള്ള ഈ രൂപത്തിലായത്. അപ്പോൾ അതെങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നു. അപ്പോൾ അതാണ് ഈ അണ്ണാ ടവറിൻ്റെ ഒരു ചരിത്രം കേട്ടോ. ഇപ്പോൾ അത് ചെറിയൊരു പാർക്ക്, ചുറ്റിലും ഇവിടെയൊക്കെ പാർക്കാണ്. അതിൻ്റെ ജസ്റ്റ് നടുക്കായിട്ടാണ് ഈ അണ്ണാ ടവർ ഉള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ പവനായി ശവമായ ആ ഒരു ടവർ കേട്ടോ. അപ്പോൾ പോകുന്നതിന് മുന്നേ ഒരു കാര്യം കൂടി ഞാൻ കാണിച്ചു തരാൻ വിട്ടുപോയി കേട്ടോ. അതാ ഈ ഒരു ടവറിൻ്റെ ഗ്രില്ലുകൾ കണ്ടോ. ഇതന്നും അതേപടി ഉണ്ടായിരുന്നു ഈ ഗ്രില്ലുകൾ.
നമ്മുടെ ദാസനും വിജയനും കയറി പോകുമ്പോൾ ഈ ഗ്രില്ലുകൾ പവനായുടെ അടുത്ത് നിൽക്കുമ്പോഴൊക്കെ ഈ ഗ്രില്ലുകൾ നമുക്ക് കാണാൻ സാധിക്കും. അതുതാ കണ്ടോ, അത് മോള് വരെ ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ടവറിൻ്റെ കാഴ്ചകൾ, അന്ന ടവറിൻ്റെ കാഴ്ചകൾ. അതേപടി നമുക്ക് ആ സീൻസിലൊക്കെ കാണാൻ സാധിക്കും. അപ്പോൾ അതൊന്ന് കാണിച്ചു തരാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് പോവാം അല്ലേ, വിശ്വേശ്വരയ്യ പാർക്കിൽ നിന്ന് നമുക്ക് അടുത്ത ലൊക്കേഷനിലേക്ക് പോവാം. ഈ പോലീസിന്റെ കാര്യങ്ങള് നമുക്ക് യാതൊരു പിടിയും കിട്ടുകയില്ല. മേലെ മുറികൾ കാണുമായിരിക്കും. സർക്കിൾ ഇൻസ്പെക്ടർ. യെസ് യെസ് യെസ്, ഐ വിൽ സെലക്ട്. മലപ്പുറം കത്തി തന്നെയാവാം. വൈശാഖസന്ധ്യേ നിൻ ചുണ്ടിലെന്തേ അരുമ സഖിതനദര കാന്തിയോ ഓമലേ പറയൂ നീ വിണ്ണിൽ നിന്നും പാറി വന്ന ലാവണ്യമേ വൈശാഖസന്ധ്യേ നിൻ ചുണ്ടിലെന്തേ അരുമ സഖിതനദര കാന്തിയോ. അപ്പോൾ ഞാനങ്ങനെ അന്ന ടവറിന് നേരെ നമ്മുടെ ചെന്നൈ സിറ്റിയുടെ ഉള്ളിൽ തന്നെയുള്ള കൃഷ്ണനഗർ 3rd സ്ട്രീറ്റ് എന്ന് പറയും. കൃഷ്ണനഗർ 3rd സ്ട്രീറ്റിൽ വന്നതാ. അപ്പോൾ ഇവിടെ ഒരുപാട് മെമ്മറീസ്, ഇത് ഉള്ളിലുള്ളൊരു സ്ഥലം കേട്ടോ. നമ്മുടെ ചെന്നൈ സിറ്റിയിൽ നിന്ന് കോയമ്പേടൊക്കെ കഴിഞ്ഞ് ഒരു 3 കിലോമീറ്റർ വന്നു കഴിഞ്ഞാലുള്ളൊരു സ്ഥലമാണ്. ഇതാണ് ഈ സ്ട്രീറ്റ്, കൃഷ്ണനഗർ 3rd സ്ട്രീറ്റ് ഇതാണ്. അപ്പോൾ ഇവിടെ ഒരു ഇത് കണ്ടോ, ഹാൻഡ് പമ്പ് കണ്ടോ, ഒരുപാട് ഓർമ്മകൾ ആ സിനിമയുടെ തരുന്ന. നമ്മുടെ വൈശാഖസന്ധ്യ എന്നുള്ള പാട്ട് എന്നെന്നും നൊസ്റ്റാൾജിക് ആയിട്ടുള്ളൊരു പാട്ടാണ്. ആ പാട്ടിൽ നമ്മുടെ ശോഭന ചേച്ചി വെള്ളം എടുക്കാൻ നിൽക്കുന്നത്, ഹാൻഡ് പമ്പിൽ വെള്ളം എടുത്തിട്ട് നമ്മുടെ ലാലേട്ടൻ്റെ കുടം ആദ്യം വയ്ക്കും. അപ്പോൾ ആളുകൾ ചീത്ത പറയും. അപ്പോൾ അതിന് വേണ്ടി ബാക്കിയുള്ള സ്ത്രീകളോട് തല്ലുകൂടുന്നൊരു സീനൊക്കെ ഇവിടെ വെച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ലാലേട്ടന് വെള്ളം കൊടുക്കാൻ വേണ്ടിയിട്ട് വെക്കുമ്പോൾ തല്ലുകൂടുന്നൊരു സീൻ ഇവിടെ വെച്ച് എടുത്തിട്ടുണ്ട്. അത് ഒരുപാട് സീൻസ്, 1-2 സീൻസിൽ ഇങ്ങനെ വെള്ളം എടുക്കുന്ന സീൻസ് ഉണ്ട്, ശോഭന ചേച്ചി വെള്ളം എടുക്കുന്ന സീൻസ് ഉണ്ട്. അപ്പോൾ അതെല്ലാം ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഇവിടെ വെച്ചിട്ടാണ്. അത് ഹാൻഡ് പമ്പ് ചെറുതായി, അന്ന് വലിയൊരു ഇതായിരുന്നു. അപ്പോൾ ഇതാണ് AVM കോളനി 5th സ്ട്രീറ്റ്. അപ്പോൾ നമ്മളിവിടെ വന്നത് ഇത് കാണിച്ചു തരാനാണ് പ്രധാനമായിട്ടും, AVM കോളനി 5th സ്ട്രീറ്റ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലാണ് നമ്മുടെ പണ്ടുള്ള ചെന്നൈയിൽ വന്ന് ദാസനും വിജയനും കൂടി മദ്രാസിൽ വന്നിട്ട് വാടകയ്ക്ക് താമസിക്കുന്ന വീട്. അപ്പോൾ അവർ എന്താ പറയുക, ഇതിൻ്റെ ഉള്ളിലായിട്ടാണ് അവർ വാടക, നമ്മുടെ ബോബി കൊട്ടാരക്കര ചേട്ടനാണ് അതിന് കാണിച്ചു കൊടുക്കുക. 175 രൂപ ആണ് വാടക, 150 രൂപയ്ക്ക് ഞാൻ ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ടുള്ള വീട്. ഇങ്ങനെ വന്ന് ലെഫ്റ്റ് തിരിയണം, AVM കോളനി 5th ക്രോസ്ഡ് സ്ട്രീറ്റ്. അതിൻ്റെ ഉള്ളിലാണ് ഈ വീട് കണ്ടോ. ഇതിപ്പോൾ ഒരുപാട് മാറി, ഇവിടെയാണ്, ഇതല്ല കേട്ടോ, ഇതിൻ്റെ അപ്പുറത്തുള്ള വീടാണ് അന്ന് ദാസനും വിജയനും താമസിച്ചിരുന്ന ആ വീടുള്ളത്. അപ്പോൾ ഒരുപാട് സന്തോഷം കേട്ടോ നിങ്ങൾക്ക് ഇതൊക്കെ കാണിച്ചു തരാൻ പറ്റിയാൽ. ഇന്നിപ്പോൾ ഇവിടെ വലിയൊരു വീട് വന്നു, ഫ്ലാറ്റ് വന്നു, വലിയൊരു ഫ്ലാറ്റ് വന്നു. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ദാസനും വിജയനും താമസിച്ചിരുന്ന ആ വീട് നിന്നിരുന്നത്. ഇപ്പോൾ പൊളിച്ച് വലിയൊരു ഫ്ലാറ്റായി. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഈ ഒരു വീട് കണ്ടാൽ അറിയാം, ഇവിടെയാണ് നമ്മുടെ ശോഭന ചേച്ചിയുടെ വീടുണ്ടായിരുന്നത്. ആ ശോഭന ചേച്ചിയുടെ വീടുണ്ടായിരുന്ന സ്ഥലത്ത് നമ്മുടെ മതിലിൻ്റെ സൈഡിലായിട്ട് നമ്മുടെ ലാലേട്ടൻ സംസാരിക്കുമ്പോൾ AVM കോളനി എന്ന് പറഞ്ഞിട്ട് എഴുതി കാണിക്കണതാണ്, അതിലും കാണാൻ സാധിക്കും. അപ്പോൾ അതിവിടെ വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ശോഭന ചേച്ചിയുടെ വീടും ഒരുപാട് മാറിയിട്ടോ. അപ്പോൾ ഒരുപാട് സീൻസ് ഇവിടെ നിൽക്കുമ്പോൾ ഓർമ്മ വരും. നമ്മൾ ആദ്യമായിട്ട് ബോബി കൊട്ടാരക്കര ചേട്ടൻ ഈ വാടകയ്ക്ക് കൊണ്ടുവരുന്നതും, പിന്നെ നമ്മുടെ ബോബി കൊട്ടാരക്കര ചേട്ടൻ അത് അവരാക്കിയിട്ട് പോവും. അതിന് ശേഷം നമ്മുടെ കോവൈ വെങ്കടേശൻ്റെ ആൾക്കാർ വന്നിട്ട് ഈ ശോഭന ചേച്ചിയുടെ അമ്മയും അവരുമായിട്ട് തല്ലുകൂടുമ്പോൾ നമ്മുടെ ലാലേട്ടൻ വന്ന് ലാലേട്ടൻ ഇവിടെ നോക്കും. അപ്പോൾ പറയും, വിജയൻ പറയും, ദാസ നിനക്ക് പെണ്ണുങ്ങളെ കണ്ടാലുള്ള അസുഖം ഇപ്പോൾ വേണ്ട, ആ കുഴപ്പത്തിലാവുമെന്ന് പറയും. പിന്നെ അവരുമായിട്ട് ഇവിടെ വന്ന് തല്ലുകൂടുന്ന സീനൊക്കെ ചിത്രീകരിച്ചിരിക്കുന്നത് ഇവിടെ വെച്ചിട്ടാണ് കേട്ടോ. കോവൈ വെങ്കടേശൻ്റെ ആൾക്കാരുമായിട്ട് തല്ലുകൂടുന്ന അവർ പറഞ്ഞു വിടുന്നതായിട്ടുള്ള സീൻസൊക്കെ ചിത്രീകരിച്ചിരിക്കുന്നത് ഈ ഒരു വീട്ടിൻ്റെ മുന്നിൽ വെച്ചിട്ടാണ്. അപ്പോൾ ഇതാണ് ആ ശോഭന ചേച്ചിയുടെ വീടായിട്ട് ചിത്രീകരിച്ചത്. പിന്നെ വേറൊരു സീൻ ഏതാണെന്ന് വെച്ചാൽ നമ്മുടെ ശോഭന ചേച്ചിയുടെ അവിടെ അരി വാങ്ങാൻ പോകുന്നു, അരിയും സാധനങ്ങളൊക്കെ വാങ്ങാൻ പോകുന്നതും എനിക്ക് വെളിച്ചെണ്ണ വേണമെന്ന് പറയുന്നു, അങ്ങനെ ഒരു സീനൊക്കെ ഉണ്ട്. ചമ്മിട്ട് പറയുക ലാലേട്ടൻ, അതൊക്കെ ചിത്രീകരിച്ച് ഇവിടെ വെച്ചിട്ടാണ്. അപ്പോൾ ഒരുപാട് സീൻസ് ഇവിടെ വെച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ ശോഭന ചേച്ചി പിന്നെ ഇങ്ങോട്ട് വരും, നമ്മുടെ കത്ത് കൊണ്ട് കൊടുക്കാൻ ലാലേട്ടന്. അപ്പോൾ ആ കത്ത് കൊണ്ട് കൊടുത്തിട്ട് ലാലേട്ടൻ കത്ത് വായിക്കുമ്പോഴാണ് അമ്മ മരിച്ച കാര്യം അറിയുക. പിന്നെ ഭയങ്കരമായിട്ടുള്ളൊരു അതൊരു ഇമോഷണൽ സീൻ കൂടിയാണ്. അപ്പോൾ അതും ചിത്രീകരിച്ചിരിക്കുന്നത് ഇവിടെ വെച്ചിട്ടാണ് ആ ഒരു സീന്. അപ്പോൾ പിന്നെ ആശ്വസിപ്പിക്കുന്നതായിട്ടുള്ള സീനൊക്കെ ചിത്രീകരിച്ചത് ഇവിടെ വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ദാസൻ്റെയും വിജയൻ്റെയും വീട് നിന്നിരുന്ന ആ സ്ഥലം. പിന്നെ ഒരു സീൻ കൂടി ഉണ്ട് ഓർമ്മ വന്നു, ഒരുപാട് സീൻസ് നമുക്കിവിടെ ഓർമ്മ വരും കേട്ടോ. അയ്യോ, ഒരു രക്ഷയില്ലാത്തത് നമ്മുടെ ദാസൻ മീൻ കച്ചവടം തുടങ്ങിയിട്ട് മീൻ നമ്മുടെ
ശോഭന ചേച്ചി കൊണ്ട കൊടുക്കുന്ന സീനും ഇവിടെ വെച്ചിട്ടാണ് എടുത്തത് കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് ഇവിടുത്തെ സീൻസ്. ഈ വീടിന് 175 ഒരു 150 ഞാൻ ശരിയാക്കി തരാം. ഇങ്ങ ആശുപത്രി കെട്ട പോறாங்க, ഒരു മാസத்துக்குள்ள വീട്ടെ കാലി പണി ആകണം. പിന്നെ ഞങ്ങൾ വാടക കൊടുക്കുന്ന വീട് കാലിയാണെന്നോ? അതെന്തൊരു വിഡ്ഢിയാന്ന് ആലോചിക്കുക. എണ്ണം വാങ്ങിക്കാനല്ല ഞാൻ വന്നത്. അടച്ചു പോയെന്ന് പറഞ്ഞത് പലചരക്ക് ഒന്നുമില്ല, ഒരു ചെറിയ വിശേഷം. എൻ്റെ അമ്മ മരിച്ചുപോയി. അപ്പോൾ ഞാനങ്ങനെ അടുത്ത ലൊക്കേഷനെത്തി. ചെന്നൈയിലുള്ള സിറ്റിയിലുള്ള അൽവാർപേട്ട് പറഞ്ഞ സ്ഥലം, ബീച്ചിനോട് അടുത്തുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ ഇവിടെ ഒരുപാട് റോഡ് സൈഡ് ആയതുകൊണ്ട് നല്ല സൗണ്ട് ഉണ്ട് കേട്ടോ, വണ്ടികളുടെ നല്ല ട്രാഫിക് ഉണ്ട്. അപ്പോൾ എന്തായാലും ഇവിടെ വന്നതെന്താ വെച്ചാൽ നമ്മുടെ ദാസനും വിജയനും ചെന്നൈയിൽ വന്നിട്ട് അറബി വേഷം കെട്ടിയിട്ട് മയക്കുമരുന്ന് കൊടുത്തിട്ട് വരുമല്ലോ. ആ വന്നിരിക്കുന്ന ഹോട്ടൽ ഇവിടെയാണ്, അടയാർ പാർക്ക് എന്ന് പറയുന്ന ഹോട്ടൽ. ഇന്നിപ്പോൾ ക്രൗൺ പ്ലാസ എന്ന് പറയുന്ന ഹോട്ടലാണ് ഇതാ ഈ കാണുന്നത്, കണ്ടോ? ഇതാണ് ക്രൗൺ പ്ലാസ ഹോട്ടൽ. അപ്പോൾ ഇതിൻ്റെ ഇത് ഈ ഭാഗത്തു നിന്നൊക്കെയാണ് അടയാർ പാർക്ക് എന്ന് എഴുതിയിട്ട് നമ്മുടെ ദാസനും വിജയനും കൂടി ഉള്ളിലേക്ക് കയറി പോകുന്ന ഒരുപാട് സീൻസ് ഇവിടെ വെച്ചെടുത്തിട്ടുണ്ട് ഇങ്ങനെ പോകുന്നത്. എന്നിട്ട് ഇവിടെ ഉള്ളിൽ പോയിട്ടാണ് നമ്മുടെ നമ്പ്യാരുടെ സംഘം ഉള്ളിലുണ്ടാവും. എന്നിട്ട് ഇവർ ബാത്റൂം പോയിട്ടാണ് തിരിച്ചറിയുക മയക്കുമരുന്ന് കയ്യിൽ നിന്ന് തിരിച്ചറിഞ്ഞിട്ട് പോലീസിനെ വിളിക്കുന്നതും അവരെന്നിട്ട് ഇറങ്ങി ഓടുന്നതുമായിട്ടുള്ള ഒരുപാട് രംഗങ്ങളൊക്കെ ഇവിടെ വെച്ച് ചിത്രീകരിച്ചിട്ടുണ്ട് കേട്ടോ. അതായത് ഈ ഒരു ഭാഗത്ത് വെച്ചിട്ടാണ് ഇത് ക്രൗൺ പ്ലാസ അവിടെ എഴുതിയിട്ടുണ്ട്. ഇതാണ് ഫ്രണ്ട്. ഇങ്ങനെയാണ് നടന്നു പോകുന്നത്. നമ്മുടെ ലാലേട്ടനും ദാസനും വിജയനും കൂടി നടന്നു പോകുന്നതും തിരിച്ചും ഇങ്ങനെ ഓടി വരുന്നതായിട്ടുള്ള രംഗങ്ങൾ. ഒരുപാട് നൊസ്റ്റാൾജി നിറഞ്ഞ ഒരു ഇത്. അടയാർ പാർക്ക് എന്ന് എഴുതിയത് ഇവിടെയായിരുന്നു പഴയ കാലത്ത്. അതിപ്പോൾ പേര് മാറ്റിയിട്ട് ക്രൗൺ പ്ലാസയാക്കി. അപ്പോൾ ഇതാണ് ഹോട്ടൽ ക്രൗൺ പ്ലാസ. നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല, അങ്ങോട്ടുള്ള പെർമിഷൻ ഇല്ല കേട്ടോ. ഇവിടെ ഒരു VIP ഹോട്ടലാണ്, അതുകൊണ്ട് നമുക്ക് പെർമിഷൻ ഇല്ല. അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് ഇവിടുത്തെ സീൻസ്, ഇവിടെ വെച്ചെടുത്ത സീൻസ്. നമ്പ്യാർ താമസിച്ചിരുന്ന ഹോട്ടലാണിത്. ഗഫൂറിനെ ഞാൻ വിശ്വസിച്ചു പോയി. അങ്ങോട്ട് ചെല്ലേ, അവരോടെ കളിച്ചാൽ നിന്റെ എല്ല് പോലും കിട്ടില്ല. നമുക്ക് നോക്കാം. ഈ CID-കൾ. അപ്പോൾ അങ്ങനെ നമ്മുടെ ദാസനെയും വിജയനെയും ഗഫൂർക്ക കൊണ്ടവിട്ട ആ ബീച്ചിൽ ഞാൻ എത്തിയിരിക്കുകയാണ്. വളരെയധികം എക്സൈറ്റഡ് ആണ് കേട്ടോ. ദാസൻ്റെയും വിജയൻ്റെയും ബീച്ച്, അയ്യോ മലയാളി സിനിമാ പ്രേക്ഷകർ ഒരിക്കലും മറക്കാത്തൊരു ബീച്ചാണത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബെസൻ നഗർ ബീച്ച്, ചെന്നൈയിലുള്ള ബെസൻ നഗർ ബീച്ച്. പലരും എന്നോട് പറയാറുണ്ട് മറീന ബീച്ച് അല്ലേ അത് എടുത്തത് എന്നുള്ളത്. ഒരിക്കലും മറീന ബീച്ചല്ല. ആ സീന് നമ്മുടെ അറബി വേഷം മാറ്റിയിട്ട് ദാസൻ്റെയും വിജയൻ്റെയും ആ ഒരു സീന്, കടന്നു വരുന്ന സീന്, കടൽ കയറി വരുന്ന സീൻ എടുത്തിരിക്കുന്നത് മറീന ബീച്ചല്ല, എലിയറ്റ്സ് ബീച്ച് എന്ന് കൂടി ഈ ഒരു ബീച്ചിന് പേരുണ്ട്. ബെസൻ നഗർ എന്നാണ് ഒറിജിനൽ പേര്. അപ്പോൾ അതേ ഈ ഒരു ബിൽഡിങ്ങിൻ്റെ അടുത്തേക്കാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അടിപൊളി ഒരു ബീച്ച്. അതായത് മറീന ബീച്ച് അവിടെയാണ് വരിക. അതിന് പാരലായിട്ടുള്ള ഒരു ബീച്ചാണ് ചെന്നൈയിലുള്ള ബെസൻ നഗർ ബീച്ച്. അപ്പോൾ നല്ല വെയിൽ കിട്ടും. നട്ടുച്ചയ്ക്കാണ് വന്നിരിക്കണതേ. അപ്പോൾ ഒരു രക്ഷയില്ല. ഞാൻ മുമ്പും ഒരുപാട് തവണ ഇവിടെ വന്നിട്ടുണ്ട്. ഈ ഒരു ഇത് എടുത്തിട്ടില്ല. അതായത് ഇവിടെയാണെന്ന് അറിയാം, പക്ഷെ ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ എന്തായാലും ഇപ്രാവശ്യം ചെന്നൈയിൽ വന്നപ്പോൾ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതെ നമ്മളങ്ങനെ ദാസൻ്റെയും വിജയൻ്റെയും സ്ഥലത്തി എപ്പോഴും മലയാളികളൊക്കെ മനസ്സിൽ നിൽക്കുന്ന ഒരു സ്ഥലമാണ് അല്ലേ ദാസനും വിജയനും. ഇവിടെ നിന്ന് ഡ്രസ്സ് മാറിയിട്ട് ഇതാവുന്നത്. അപ്പോൾ ആ ഒരു സീനിലാണ് നമ്മുടെ ഗഫൂർ കദോസ് എന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ട് ഗൾഫിലേക്ക് കടത്തിവിടാണ് ഗഫൂർ. അപ്പോൾ ഗഫൂറിന് ചാടിക്കും, ദാസനും വിജയനും ചാടിച്ചിട്ട് അവർ കടൽ കയറി വരുന്നത് ഇവിടെയാണ്. അങ്ങനെ വന്ന് മുമ്പ് ഈ ഒരു കമ്പികളൊന്നും ഉണ്ടായിരുന്നില്ല. ആക്ച്വലി അവരിങ്ങനെ കയറി വന്ന് ഇങ്ങനെ ഉള്ളിൽ പോയിട്ടാണ് ഡ്രസ്സ് മാറ്റിയിട്ട് തിരിച്ചു വരും. അപ്പോൾ ഈ ഒരു ബോർഡൊക്കെ അതിൽ കാണാൻ സാധിക്കും. ഈ കാണുന്ന ഒരു ബോർഡ്, അതൊക്കെ അതിൽ കാണാൻ സാധിക്കും. ലാലേട്ടനും ശ്രീനിവാസൻ ചേട്ടനും കൂടി ഇവിടെ നിന്നിട്ട് വർത്തമാനം പറയുക. എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ എത്തി നോക്കുമ്പോൾ അപ്പുറത്ത് ആൾക്കാരുണ്ടാവും. അവന്മാർക്ക് നമ്മൾ അറബി വേഷം കണ്ടപ്പോൾ പേടിയായി തോന്നുന്നു, അതാണ് ഇങ്ങനെ എത്തി നോക്കുന്നതെന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പറയും. അവർക്ക് പേടിച്ചിട്ടാണ് സംഭവം നിൽക്കുന്നത്. അപ്പോൾ അവസാനം ഇവർ രണ്ടുപേരും കൂടി ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞിട്ട് നീ ആദ്യം നടക്കുക, നീ രണ്ടുപേർക്കും പേടിയാണ്, നീ ആദ്യം നടക്കുന്നു പറഞ്ഞിട്ട് ഇങ്ങനെ ഇറങ്ങി വരും. ഇറങ്ങി വന്ന് ഇവിടെ നിന്നിട്ടാണ് അവർ സംസാരിക്കുന്നത്. അതായത് ഇവിടെ നിർത്തും. എന്നിട്ട് സിഗരറ്റ് ഇതാ പറയും. സിഗരറ്റ് രണ്ടുപേരും കൂടി കൊളുത്തിയിട്ട് അപ്പോഴേക്കും മറ്റുള്ള ഗുണ്ടകൾ രണ്ടുപേരും കൂടി സിഗരറ്റ് കൊളുത്തി കൊടുക്കും. എന്നിട്ട് അറബി സംസാരിക്കും രണ്ടുപേരും കൂടി, ദാസനും വിജയനും കൂടി. അതൊക്കെ ഇവിടെ വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്നിട്ട് ആ മയക്കുമരുന്നിൻ്റെ ഇതാക്കിയിട്ട് വാങ്ങിയിട്ട് ഓടുന്ന ഒരു സീനാണ്. ഇവരുടെ കയ്യിലുള്ള ക്യാഷ് ഇവർക്കും കൊടുക്കും. അപ്പോൾ ആ രണ്ട് ക്യാഷല്ല, ഇവരുടെ പെട്ടി, ദാസൻ്റെ വിജയൻ്റെ പെട്ടി അവരെടുത്തിട്ട് ഓടും. അങ്ങനെയുള്ള ഒരു സീനാണ് ഇവിടെ വെച്ച് ചിത്രീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ബെസൻ നഗർ ബീച്ചാണ് ഈ കാണുന്നത്. പിന്നെ വേറൊരു സീൻ കൂടി ഉണ്ട് ഇവിടെ ചിത്രീകരിച്ച വേറൊരു സീനുണ്ട്. നമ്മുടെ വൈശാഖ സന്ധ്യ എന്നുള്ള പാട്ടിൽ നമ്മുടെ ലാലേട്ടനും ശോഭന ചേച്ചിയും കൂടി നടന്നു വരുന്നൊരു സീനുണ്ട്. ഇങ്ങനെ നടന്നു വരുന്നൊരു സീന് ഇവിടെ വെച്ചെടുത്തിട്ടുണ്ട്. ഇങ്ങനെ
അപ്പോൾ ആ ഒരു സീനും ഇവിടെ വെച്ചെടുത്തിട്ടുണ്ട്. ഇതാ നോക്കിയാൽ മനസ്സിലാവും. അവിടെയൊക്കെ ഇരുന്ന് വർത്തമാനം പറയുന്നതായിട്ടുള്ള കുറച്ച് സീൻസ് ആ പാട്ടിലെടുത്തിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം എനിക്കിവിടെ പറയാനുള്ളത് ഇതാ കാൾ സ്മിത്ത് എന്നെഴുതി വെച്ചിട്ടുണ്ട്. ഈ ഒരു ഇതൊരു സ്മാരകമാണ്. അതായത് പണ്ട് ഇംഗ്ലീഷുകാരിയായ ഒരു യുവതിയെ നമ്മുടെ മുങ്ങി മരണത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് കാൾ സ്മിത്ത് എന്നുള്ള ഡച്ച് നാവികൻ കടലിൽ ചാടുമ്പോൾ ആൾ മരിക്കുകയാണ്. അപ്പോൾ ആളുടെ ഓർമ്മയ്ക്കായിട്ടാണ് ഈ സ്മാരകം കെട്ടിയിരിക്കുന്നത്. 1930 ഇത് കെട്ടിയത്. അന്ന് മുമ്പ് ഈ മതിലുകൾ ഉണ്ടായിരുന്നില്ല, ഈ കമ്പി വെച്ചിട്ടുള്ള മതിലുകൾ ഉണ്ടായിരുന്നില്ല, ഒരു നശിച്ച കണ്ടീഷനിലായിരുന്നു. പിന്നീട് ഇത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഏറ്റെടുത്തിട്ട് ആണ് പിന്നീട് ഈ ചുറ്റിനുള്ള ഈ മതിൽ കെട്ടിയത്. അപ്പോൾ നല്ല ഭംഗിയുള്ള ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഹോൾസ് കണ്ടോ അങ്ങനെ അതൊക്കെ എപ്പോഴും മനസ്സിൽ നിൽക്കും. ഈ ഒരു സ്ഥലം മലയാളി സിനിമാ പ്രേക്ഷകർ ഒരിക്കലും മറക്കില്ല. അങ്ങനെയുള്ളൊരു സ്ഥലമാണ് ദാസൻ്റെയും വിജയൻ്റെയും ഇത് നിന്നിരുന്ന സ്ഥലം. അപ്പോൾ ഇതാണ് നമ്മുടെ ദാസനും വിജയനും വന്ന സ്ഥലം, അറബി വേഷം കെട്ടി വന്ന സ്ഥലം. ദാസ നമുക്കെന്താടാ ഈ ബുദ്ധി തോന്നാത്തതെന്ന് ചോദിച്ച് വന്ന സ്ഥലം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡ് ഇതാണ്. ഇവിടെ ബീച്ചും ഉണ്ട്. ഇതാ ബെസന്റ് നഗർ ബീച്ച് ഇങ്ങനെ പരന്ന് കിടക്കുകയാണ്. അപ്പോൾ ഉച്ച ആയതുകൊണ്ട് ആരുമില്ല ഇവിടെ, നല്ല ചൂടല്ലേ. അപ്പോൾ എന്തായാലും അതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ കേട്ടോ. ദൂരെ ഒരു ഫ്ലൈറ്റ് ഇറങ്ങുന്നു കണ്ടോ, ഇതാ ദൂരെ കാണുന്നു. നല്ല രസമാണ് ഇവിടെ നിൽക്കാൻ. അപ്പോൾ എന്തായാലും അതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ കേട്ടോ. നമ്മളെ തന്നെയാണല്ലോ അവന്മാർ നോട്ട് ഇട്ടിരിക്കുന്നത്. നമ്മുടെ അറബി വേഷം കണ്ടിട്ട് അവന്മാർക്ക് ഒരു കുലുക്കമില്ല. അപ്പോൾ ഞാൻ ബേ ഓഫ് ബംഗാളിൻ്റെ അരികെയാണ് നിൽക്കുന്നത്. എന്തായാലും ചെന്നൈയിൽ വന്നിട്ട് ഇത്രയും ലൊക്കേഷൻസ് എനിക്ക് കവർ ചെയ്യാൻ സാധിച്ചു. നമ്മുടെ നൊസ്റ്റാൾജിക് മൂവിയായ നാടോടിക്കാറ്റിൻ്റെ വളരെയധികം സന്തോഷം, വളരെയധികം എക്സൈറ്റഡ് ആട്ടോ. ഈ ഒരു നമ്മുടെ ഇതിൽ ദാസനും വിജയനും വന്ന ഈ ഒരു സ്മാരകത്തിൻ്റെ ഫ്രണ്ടിലൊക്കെ വന്ന് വീഡിയോ എടുത്തപ്പോൾ ചെറുപ്പത്തിൽ ഒരുപാട് തവണ വന്നിട്ടുണ്ട്, പക്ഷേ വീഡിയോ എടുക്കാനായിട്ട് ഇപ്പോഴാണ് വന്നത്. അപ്പോൾ എന്തായാലും അത് സാധിച്ചു. അപ്പോൾ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഒരുപാട് എഫേർട്ട് എടുത്ത് തന്നെയാണ് വീഡിയോസ് എല്ലാം ചെയ്യുന്നത്. മഹായാന സിനിമ ലൊക്കേഷനൊക്കെ ഹൃദയപൂർവ്വം അക്സെപ്റ്റ് ചെയ്തൊക്കെ വലിയ താങ്ക്സ്, ഒരു ബിഗ് താങ്ക്സ്. അപ്പോൾ എന്തായാലും ഇനി ആ സപ്പോർട്ട് തരിക. മാക്സിമം നമ്മുടെ വീഡിയോസൊക്കെ ഷെയർ ചെയ്യുക കേട്ടോ. എല്ലാവർക്കും എല്ലാ ഗ്രൂപ്പുകളിലൊക്കെ ഷെയർ ചെയ്യുക, ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്യുക. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണമത്തെ. ഒപ്പം തന്നെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകൾ ഫോളോ ചെയ്യുക. കാറ്റിൻ്റെതുണ്ട്, അത് കാരണം എത്ര കേൾക്കുന്നുണ്ടെന്ന് അറിയില്ല. അപ്പോൾ അടുത്ത ഒരു കിടിലൻ ലൊക്കേഷൻ വീഡിയോ ആയിട്ട് ഉടൻ തന്നെ ശ്രീജിത്ത് വ്ലോഗ് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ചെന്നൈയിൽ നിന്നും ഗുഡ് ബൈ. മോഹപ്പൂങ്കുരുവി പറന്നേ കരകാണക്കടലല മേലെ മോഹപ്പൂങ്കുരുവി പറന്നേ അറബിപ്പൊന്നാണ്യം പോലെ ആകാശത്തമ്പിളി വന്നേ ഇളം തെന്നലീണം പാടിവാ.